ടു ഏതൻസ് ഫുഡ് കോർട്ട്. ഏവർക്കും ഏതൻസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്പെഷ്യൽ ഡിഷാണ്. നാടൻ ഇടിച്ചക്ക ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. അങ്ങനെ ഇടിച്ചക്ക ഞാനത് പീസ് ആക്കിയേക്കാണ്. എനിക്ക് ആ സമയത്ത് കാണിക്കാൻ പറ്റിയില്ല. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ഇടിയഞ്ചക്ക വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇടുമ്പോൾ കട്ട് ചെയ്തിട്ടാവും നമ്മൾ വേവിച്ചിട്ടുണ്ടാവുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കുമ്പോൾ ഉടയും. നല്ല ഇങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ള രീതിയിൽ കിട്ടും. ഈ കാശിലേക്ക് നമുക്ക് പോവാം. ആയിട്ട് ഞാൻ ഒരു സബോള 3-4 വെളുത്തുള്ളിയും അതുപോലെ ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ഈ ഐറ്റംസ്. വെളിച്ചെണ്ണ ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചോപ്പ് ചെയ്തിട്ടുള്ളത് ഇടാണ് ഇതിലേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഒരു നല്ലൊരു മണം വരും. അത് നമ്മളൊന്ന് ചെറുതാക്കി ഇടുക. ആ സമയം നമ്മൾ വേവിച്ച് ആയിട്ടുള്ള ഇടിയഞ്ചക്ക നമുക്ക് നോക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇടിയഞ്ചക്ക ചേർക്കാം. ഇതിലേക്ക് ഞാനെല്ലാം മിക്സ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. മുകളിൽ ഞാൻ നേരത്തെ ചോപ്പ് ചെയ്ത് ഇത്തിരി ബാലൻസ് ഉണ്ടായിരുന്നു സബോള. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇതിലേക്ക് വേപ്പിലയും കൂടി ഇടുകയാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട്. നമുക്ക് ഇതിലേക്ക് ചേർക്കാനുണ്ട്. നാളികേരം കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് 2 മിനിറ്റ് നിൽക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളികേരം ചേർക്കാം. ഫൈനലായിട്ട് ഞാൻ ഇതിലേക്ക് നാളികേരം ചിരകിതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായി ഇത് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മുടെ സ്വാദിഷ്ടമായ ഇടിച്ചക്ക റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് രുചിച്ച് നോക്കാം. സെർവിങ്ങിലേക്ക് വെച്ചിട്ട് ആയിട്ടുള്ള ഇടിച്ചക്ക റെസിപ്പി റെഡി ആയിട്ടുണ്ട്. സെർവിങ് ബൗളിലേക്ക് ഇട്ടേക്കാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ വീട്ടിൽ പോലെ ട്രൈ ചെയ്യാം. താങ്ക് യു ഓൾ.